ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ BJP കമ എന്നൊരക്ഷരം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ? എൻ്റെ ചോദ്യം ഒന്ന് മാത്രം, എവിടെ പോയി BJP, എവിടെ പോയി ഹിന്ദു ഐക്യവേദി, എവിടെ പോയി വിശ്വ ഹിന്ദു പരിഷത്ത്? അതുപോലെ നിങ്ങൾ വിദ്യാർത്ഥികൾ, നിങ്ങളാണ് അടുത്ത ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന, നിങ്ങൾക്ക് ബഹുമാനം തരാത്ത ഏത് നായിന്റെ മക്കൾ നിങ്ങളുടെ കോളേജിലുണ്ടെങ്കിലും അവരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഒപ്പം ഈ ഞാനും ഉണ്ടാകും. നമസ്തേ കേരളം. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത നിതിന്റെ മരണവാർത്ത കേരളത്തെ എന്നല്ല, മനുഷ്യ മനസാക്ഷിയെ മൊത്തവും മരവിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് പലതവണ, ഇവിടെ ജാതി വർഗീയതയും ജാതി വെറിയും വളരെ കൂടുതലാണ്. കേരളം പോലെ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു നാട്ടിൽ, ഏറ്റവും കൂടുതൽ സാക്ഷരതയുടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? ഇതാരുടെ കുഴപ്പമാണ്? ഇതുപോലെ ജാതി വറി കൊണ്ടു നടക്കുന്ന നിർഗുഷ്ട ജീവികളെ, ഈ പരനാറികളെ പച്ചക്കിട്ട് ജനം നടു റൂട്ടിലിട്ട് കത്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇവരോട് യാതൊരു വിധത്തിലുള്ള നിയമത്തിന്റെ ഒരു രീതിയിലുള്ള ഒരു പരിഗണനയും ഇവർക്ക് നൽകാൻ പാടില്ല. ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥയാണത്. ആ ഒരു പാവം പയ്യൻ, ആ ഒരു പിഞ്ചു മോൻ, അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അവൻ എത്രമാത്രം വെന്ത് വെണ്ണീറായിട്ടായിരിക്കും അവന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ആരാണിത് ചെയ്തത്? സംഗീത നമ്പ്യാർ, പിന്നെ ഒരു റാം. ഈ വർഗീയവാദികൾ യഥാർത്ഥത്തിൽ ഇവർക്ക് പ്രചോദനം ആരാണ് കൊടുക്കുന്നത്? ഇവർക്ക് പ്രചോദനം കൊടുക്കുന്നത് കേരളത്തിലെ BJP ആണ്. ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ BJP കമ എന്നൊരക്ഷരം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ? എൻ്റെ ചോദ്യം ഒന്ന് മാത്രം, എവിടെ പോയി BJP, എവിടെ പോയി ഹിന്ദു ഐക്യവേദി, എവിടെ പോയി വിശ്വ ഹിന്ദു പരിഷത്ത്? അപ്പോൾ ഇവിടെ ഹിന്ദുവിനെ ഉദ്ധരിക്കാനും ഹിന്ദുവിനെ ഉണർത്താനും ഹിന്ദുവിനെ ഒന്നിപ്പിക്കാനും വേണ്ടി നടക്കുന്നു എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഇതിനെതിരെ എന്താണ് മിണ്ടിയത്? ഇവിടെ വിജി തമ്പിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. അതുപോലെ ഹിന്ദു ഐക്യവേദിയുടെ ഇതിൽ ശശികലയുണ്ട്. ഈ ശശികലയൊക്കെ ലവ് ജിഹാദിന്റെ പേര് പറഞ്ഞ് പട്ടി ഷോയി നടത്തി തെരുവിൽ കിടന്ന് കുരയ്ക്കുന്നതല്ലാതെ ഇതിനൊക്കെ എതിരെ എന്തെങ്കിലും ഒരു വിരൽ ചൂണ്ടാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? എങ്ങനെ കഴിയും? ഒരു നായർ സ്ത്രീക്ക് ഇതിൽ കൂടുതലൊന്നും പറ്റില്ല. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, BJP ഇതിൽ മൗനം ഭജിക്കുന്നതിന്റെ ഏക കാരണം അതിലൊരു നമ്പ്യാരുണ്ട്, പിന്നെ ഒരു റാമുണ്ട്. ഈ റാമും നമ്പ്യാരുടെയൊക്കെ ജാതിയാണ് BJPക്ക് പ്രശ്നം. കേരള BJPയെ പോലെ ഇതുപോലെ സവർണ ചിന്താഗതിയും പേറി നടക്കുന്ന പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൽ ഉള്ളിടത്തോളം കാലം ഒരു ഹരിജനോ, ഒരു അടിസ്ഥിത വർഗത്തിൽപ്പെട്ടവർക്കോ, ഒരു ഈഴവനോ ഒരിക്കലും നീതി കിട്ടുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ സരസു ടീച്ചറിന്റെ കാര്യം എന്തായി? ഇതുപോലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് 10 വർഷം പണിയെടുത്തിട്ട് 10 വർഷം അവരെ ഉപയോഗിച്ചു. എന്നിട്ട് അവരെ പട്ടിയെ പോലെ, കരിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. ഈ BJPയിൽ താഴെക്കിടയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ? നായന്മാർക്കും നമ്പ്യാന്മാർക്കും ഈ പറയുന്ന പോലെ ഉയർന്ന തലത്തിലുള്ളവർക്ക് മാത്രമാണ് അവിടെ പരിഗണന. അവർ കാര്യം എന്തും ചെയ്യാം, എങ്ങനെയും അപമാനിക്കുക. ഇപ്പൊ തന്നെ എന്റെ ഫേസ്ബുക്കിൽ ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നതിന്റെ പേരിൽ ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തെങ്കിലും വിധത്തിൽ സാധാരണക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുകയോ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം കാണിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അല്ല. അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അങ്ങനത്തെ ഒരുത്തന് കേരളത്തിൽ നിൽക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇവിടുത്തെ വർഗീയതയെ ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട്, ഇവിടുത്തെ ഈ നായർ ലോബിയെ നഖശികാന്തം എതിർക്കുന്നത് കൊണ്ട്, ഇവിടുത്തെ BJPയുടെ അഴിമതികളും ചെറ്റത്തരങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ട്, ഇവിടുത്തെ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് ഇവിടെ വർഗീയത നടത്തുന്നത് കൊണ്ട് ഞാനിവിടെ കൊള്ളരുതാത്തവനായി. ഞാൻ ഏതാനും ദിവസം മുമ്പ് ഞാൻ വീണ്ടും ശക്തമായി പത്രസമ്മേളനങ്ങളിലൂടെ പറഞ്ഞതാണ്, ഇവിടെ ഈ ജാതി വരി കൂടുതലാണ്. ഈ ജാതിയുടെ ഇതുകൊണ്ട് ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു കമ എന്നൊരു അക്ഷരം ഇവിടെ ഏതെങ്കിലും ഒരു നേതാവ് BJP എന്ന് പറഞ്ഞില്ല. ഇവിടെ ഈ BJPയിലെ ആൾക്കാർക്ക് എന്താ വേണ്ടത്? അവരുടെ ജാതിയെ പ്രൊട്ടക്ട് ചെയ്യുക. അവർക്ക് വേണ്ടത് നായർ നസ്രാണി ഐക്യം മാത്രമാണ്. ഹരിയുടെ മക്കളാണ് ഹരിജന്റെ ഭൂമിയാണിത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിലെ ഓരോ മണ്ണും എണീറ്റ് നിന്ന് ഈ അധർമ്മത്തിനെതിരെ പ്രതികരിക്കണം. ഈ പിന്നോക്ക വിഭാഗത്തിനെയും അടിസ്ഥിത വർഗത്തിനെയും ഒക്കെ ഇത്തരം രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന BJPയിലെയും വിശ്വ ഹിന്ദു പരിഷത്തിലെയും ഹിന്ദു ഐക്യവേദിയിലെയും നേതാക്കന്മാരെ അവരുടെ ഓഫീസിൽ ഇരുത്താൻ അനുവദിക്കരുത്. ഇവരുടെയൊക്കെ ഓഫീസ് ബുൾഡോസർ കൊണ്ടാണ് ഇടിച്ചു നിരത്തേണ്ടത്. കാരണം ഇവരാരും ഈ കേരള ഭൂമിയിൽ കാലു ചവിട്ടാൻ യോഗ്യരല്ല എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇവർ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറയും സംഘത്തിനെതിരാണ്.
ഇത് സംഘത്തിനല്ല, ഇത് ബലാത്സംഖ്യകൾക്കെതിരാണ്. ഇനി ഇതിനെ ഏത് രീതിയിൽ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്താലും ഇതിൽ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങളുടെ അവസ്ഥയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിന്റെ അവസ്ഥ അത്രയും ബുദ്ധിമുട്ടാണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു രാജാവ് ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞോ? ആണത്തമുള്ള ഒരു SI, കേരള പോലീസിന്റെ ഒരു വീരപുത്രൻ, അതിനെതിരെ ഒരു FIR ഇട്ടു. പക്ഷെ മേളുന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ കാരണം ആ FIR-നെ മാറ്റിവെച്ചിട്ട് ആ ഉദ്യോഗസ്ഥൻ നല്ല പോലെ കുറെ കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ നേടിയ കാര്യം നിങ്ങൾക്കറിയോ? ഇതൊന്നും കേരള സമൂഹം ചർച്ച ചെയ്യുന്നില്ല. കാരണം കേരള സമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എല്ലാ കോക്കസുകളും ഈ സവർണ വിഭാഗം കൺട്രോൾ ചെയ്യുകയാണ്. ഇവിടുത്തെ മീഡിയ ആയിക്കോട്ടെ, ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും ഈ സവർണ വിഭാഗം കൈകാര്യം ചെയ്യുകയാണ്. ഇവിടെ ഞാൻ വീണ്ടും പറയാണ്, ശ്രീനാരായണ ഗുരുദേവന്റെ ആ ധർമ്മബോധം വീണ്ടും ജനശിരസുകളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ജാതി വേണ്ട, ഇവിടെ മതം വേണ്ട, ഇവിടെ മനുഷ്യത്വം മാത്രം മതി. എല്ലാവർക്കും അറിയേണ്ടത് ഒരാളുടെ നന്മയോ അവന്റെ അറിവോ അല്ല. എല്ലാവർക്കും അറിയേണ്ടതെന്ന് അവന്റെ ജാതി എന്താണ്, അവന്റെ മതം എന്താണ്, അവന്റെ നിറം എന്താണെന്നാണ്. ഈ കേരളം എന്ന് പറയുന്നത് ഒരു ഭ്രാന്താലയമാണെന്ന് അന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഇതുപോലുള്ള ജാതി വർഗീയത കണ്ടിട്ടാണ്. ഇവിടെ ഈ ജാതി വർഗീയതയുടെ പേരിൽ ആര് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് ചൂഷണത്തിന് ഇരയായിട്ടുണ്ടോ, നിങ്ങൾക്ക് ആരില്ല എന്ന് കണ്ടാലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം, നമ്മുടെ കൂട്ടമുണ്ടാവും. കാരണം ഈ ജാതി വെറിയുടെ പേരിൽ മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഈ മനുഷ്യ മൃഗങ്ങളെ എങ്ങനെ വേട്ടയാടണമെന്ന് സമൂഹത്ത് പഠിപ്പിക്കേണ്ടതാണ് ഇനിയുള്ള അടുത്ത തലമുറയുടെ ലക്ഷ്യം. കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് സംസ്കാരം ഉയർത്തിപ്പിടിച്ച്, ആത്മീയതയെ ഉയർത്തിപ്പിടിച്ച് ശങ്കരന്റെയും ശ്രീനാരായണന്റെയും നാടാണ്. ഈ നാടിനെ ഏറ്റവും കൂടുതൽ മലീമസമാക്കുന്നത് ഇതേപോലുള്ള ഓരോ ജാതിവെറി പേറി നടക്കുന്ന ഈ നിർഗിഷ്ട ജീവികളാണ്. ഇതുപോലുള്ള പരനാറികളായിട്ടുള്ള കുലംകുത്തികളെ എവിടെ വെച്ച് കിട്ടിയാലും വിദ്യാർത്ഥികൾ വിടരുത്. നിങ്ങൾക്ക് അവകാശം തരാത്ത, നിങ്ങളെ മനുഷ്യരായിട്ട് കാണാത്ത അവർക്കെതിരെ നിങ്ങൾ പോരാടണം. ഇത് പോരാട്ടങ്ങളിലൂടെ ആൾക്കാർക്ക് നീതി നേടിത്തന്ന ഒരു നാടാണിത്. അത് ആത്മീയതയിലായാലും അത് രാഷ്ട്രീയത്തിലായാലും. അതുപോലെ നിങ്ങൾ വിദ്യാർത്ഥികൾ, നിങ്ങളാണ് അടുത്ത ഫ്യൂച്ചർ. നിങ്ങളുടെ ഭാവിയെ തകർക്കുന്ന, നിങ്ങൾക്ക് ബഹുമാനം തരാത്ത ഏത് നായിന്റെ മക്കൾ നിങ്ങളുടെ കോളേജിലുണ്ടെങ്കിലും അവരെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഒപ്പം ഈ ഞാനും ഉണ്ടാകും. ജയ് ഹിന്ദ്.